ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ള ഒരു ചക്ക വടയാണ് കേട്ടോ. നമ്മൾ പരിപ്പ് വട, ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ചക്ക ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ നമുക്ക് നല്ല ചക്ക വട ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഞങ്ങളുടെ തന്നെ പ്ലാത്തിൽ നിന്നൊരു ചക്ക ഇട്ടിട്ടുണ്ട്. ഇപ്പം മഴക്കാലമാണ്, അതുകൊണ്ട് ചക്കയൊക്കെ എല്ലായിടത്തും തീർന്നു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ചക്ക ഒരു 10 ചുളയോളം എടുത്ത് മിക്സിയിൽ നിന്ന് ചെറുതായി അരിഞ്ഞിട്ട് മിക്സിയിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ചെറുതായി അരിഞ്ഞെടുത്താൽ പെട്ടെന്ന് നമുക്കത് അരച്ചെടുക്കാൻ പറ്റും. വെള്ളമൊന്നും ചേർക്കണ്ട, കാരണം ഓൾറെഡി ഇതിനകത്ത് വെള്ളം കാണും, കാരണം മഴയായതുകൊണ്ട് വെള്ളം ഉണ്ടാവും. ഇപ്പോൾ ഈ ചക്ക ഈ ഒരു പാകത്തിന് ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അന്ന് അടിച്ചെടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നുള്ളൂ. ഞങ്ങൾ 2 ആൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ചക്ക എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ആ ഒരു പാകത്തിന് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവോള കുരുരാന്നരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, അതുപോലെ കുറച്ച് കറിവേപ്പില, അതുപോലെ മല്ലിയില ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ ഒരു പീസും കൂടി അരിഞ്ഞ് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത് മാവ്, ചക്കയുടെ മാവ്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവോള, കറിവേപ്പില, പച്ചമുളക്, അതുപോലെ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, പിന്നെ മല്ലിയില ഇതൊക്കെ നമുക്ക് കുറച്ച് അധികം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ ചെറിയ ക്വാണ്ടിറ്റി ആയത് കാരണമാണ് അളവ് കുറച്ച് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ ചക്ക കൂടുതൽ എടുക്കുന്നതനുസരിച്ച് ഈ ഐറ്റംസ് എല്ലാം ഒന്ന് കൂടുതലാക്കി ചേർത്താൽ മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. കാശ്മീരി മുളക് പൊടിയാണ്, അത് ഞാൻ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ജീരകം പൊടിച്ചതാണ് കേട്ടോ. പെരിഞ്ജീരകം ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. കായപ്പൊടിയും ഇതിൽ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. വടയ്ക്കൊക്കെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, അതേ ടേസ്റ്റ് നമുക്ക് ഈ ചക്ക വടയിലും കിട്ടും. ഇനി ഇത് നമുക്കെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ചേർക്കാം. ഞാൻ അളവ് കുറച്ചാണ് ചേർത്തിരിക്കുന്നത്, കാരണം ചക്ക കുറച്ചേ എടുത്തിട്ടുള്ളൂ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇപ്പം ഇത് ചക്ക കുറച്ച് വെള്ളത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. നമുക്കത് ഒട്ടും വെള്ളമില്ലാത്ത പോലെ എടുക്കുകയും ചെയ്യണം. അപ്പം നമുക്കിതിനകത്തേക്ക് കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. ഇടിയപ്പത്തിനൊക്കെ വേണ്ടി വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലവറാണ്. കോൺഫ്ലവറും 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് അത് പരത്തിയെടുക്കാൻ പാകത്തിനുള്ള വെള്ളം അനുസരിച്ചുള്ള പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ദേ ഈ ഒരു രീതിയിൽ ഞാൻ പൊടി ചേർത്ത് കുഴച്ചിട്ടുണ്ട്. ഒത്തിരി പൊടികൾ ചേർത്ത് കൊടുത്താൽ ചക്കയുടെ ടേസ്റ്റും മാറിപ്പോകും. അതുകൊണ്ട് അത് അളവനുസരിച്ച് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കടലമാവ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ അടുത്ത് കടലമാവ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കോൺഫ്ലവറും അരിപ്പൊടിയും ചേർത്ത് കൊടുത്തത്. അരിപ്പൊടിക്ക് പകരം നമുക്ക് കടലമാവ് ചേർക്കാവുന്നതുമാണ്. ഇനി ഇതുപോലെ വടയുടെ ഷേപ്പിൽ, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് എണ്ണ കയ്യിലൊന്ന് തൂത്തിട്ടാണ് ഞാൻ ഇതൊക്കെ എല്ലാം ഇതുപോലെ ഷേപ്പിൽ പരത്തിയെടുത്തേക്കണത്. ഇപ്പോൾ 4, 3, 7 എണ്ണം ഉള്ളൂ കേട്ടോ. അത്രയത്തിനുള്ള ഐറ്റമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചക്ക കൂടുതലെടുത്താൽ മതിയാകും. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ എണ്ണ ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് എണ്ണ തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വട അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
എന്നിട്ട് ചെറിയ തീയിൽ വേണം നമുക്കിത് വറുത്തെടുക്കാൻ. ചെറിയ തീയിൽ തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഇത്തിരി മൂപ്പ് കൂടിപ്പോയി, ഇത്രയും ഒന്നും മൂക്കേണ്ട ആവശ്യമില്ല, ഇതിന് മുൻപെടുക്കാം. ഉള്ള് നന്നായിട്ട് വെന്ത് കിട്ടണം. ചക്ക നമ്മൾ പച്ചച്ചക്കയാണല്ലോ എടുത്തിരിക്കുന്നത്, എന്നാലും അത് പെട്ടെന്ന് ആവും. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇടണമായിരുന്നു, ഞാനത് അപ്പോൾ ഇടാൻ മറന്നുപോയി. അതുകൊണ്ട് നമുക്കത് കോരി മാറ്റി ഒരു പ്ലേറ്റിലേക്ക് എടുത്തു വെക്കാം. എല്ലാം ഇത് മാറ്റി കഴിഞ്ഞതിന് ശേഷം ഞാൻ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വറുത്തിട്ട് അതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ വറുക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് അത് പരിപാടി തീരുമായിരുന്നു. ഞാനത് ഇടാൻ മറന്നുപോയി, അതുകൊണ്ടാണ് രണ്ടാമത് ഇട്ട് നമുക്കതിൻ്റെ കൂട്ടത്തിലേക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ചക്കവട റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ യാതൊരുവിധ മായങ്ങളും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ചക്കവടയാണ്. ചക്കയുടെ സീസൺ തീരുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ഇഷ്ടപ്പെടും, കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ഇത് സോസ് കൂട്ടിയൊക്കെ വേണമെങ്കിലും കൊച്ചുങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതേണ്ടല്ലേ, ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചക്കവട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക.